الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും ആഴ്ചകളായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങൾ അനുസ്മരിക്കുകയും അത് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഖുത്ബകളിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്ന വിശ്വാസികൾ ആ ദീൻ ജീവിതത്തിൽ നിലനിർത്തുന്നതിനും മറ്റ് മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിനും സ്വീകരിച്ച രീതികൾ, ആ മാർഗത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, ത്യാഗങ്ങൾ, ഇവയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചത്. സ്വന്തം നാട്ടിലും വീട്ടിലും നിലനിൽപ്പില്ലാതെ കണ്ട് ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സ്വതന്ത്രമായ ഒരു അന്തരീക്ഷം കിട്ടുന്നതിന് വേണ്ടി വിശ്വാസികൾ സ്വന്തം നാടും വീടും കുടുംബവും ബന്ധുമിത്രാദികളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയും അഭയം തേടുകയും അവിടെ ഇസ്ലാമിന്റെ ജീവിതക്രമം പാലിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത അനുഭവമാണ് ജഅഫർ ബിൻ അബി ത്വാലിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം വിശ്വാസികൾ അബിസീനിയയിലേക്ക് പോയ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രീതിയിൽ അപകടങ്ങളെയും ആപത്തുകളെയും അതുപോലെ എതിർപ്പുകളെയും പ്രതിഷേധങ്ങളെയും എല്ലാം തന്നെ നേരിട്ടുകൊണ്ട് മക്കയിൽ ഇങ്ങനെ ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ട് പോകുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8-9 വർഷം ഈ രീതിയിൽ ഇസ്ലാമിന്റെ ദഅവത്തുമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസി സമൂഹവും ആ മക്കയിൽ തന്നെ അടിയുറച്ച് നിന്നുകൊണ്ട് അവരുടെ ദീനീ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അബൂ താലിബിന്റേതായിരുന്നു. അദ്ദേഹത്തിന്റെ സപ്പോർട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്തേക്ക് ഒരു സമാധാനമാകുന്നത്. പുറത്തുള്ള
എതിർപ്പുകളെ നേരിടാൻ ആ തലത്തിൽ വീട്ടിന്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പിന്തുണയായിക്കൊണ്ടുണ്ടായിരുന്നത് അബൂ താലിബായിരുന്നു. അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരു സാന്ത്വനമായും സമാശ്വാസമായും എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മനക്കരുത്ത് നൽകുന്ന പ്രചോദന കേന്ദ്രമായും ഉണ്ടായിരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുമായിരുന്നു. ഇങ്ങനെ പുറത്തും അകത്തും ഓരോ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സപ്പോർട്ട് ലഭിക്കുകയും താങ്ങും തണലും പിന്തുണയും ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതാണ് ഹിജ്റയുടെ 10ാം വർഷത്തിൽ ഒറ്റയടിക്ക് ഇല്ലാതെയാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിജ്റയുടെ 10ാം വർഷം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത് ദുഃഖവർഷം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളവും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഒരുപോലെ വലിയ ആഘാതമേൽപ്പിച്ച ഒരു വർഷമാണ് ഈ നുബുവത്തിന്റെ 10ാം വർഷം. നുബുവത്തിന്റെ 10ാം വർഷത്തിലാണ് അബൂ താലിബിന്റെ മരണമുണ്ടായതും അതുപോലെ തന്നെ അതിനെ തുടർന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണമുണ്ടായത്. അപ്പോൾ പുറത്തു നിന്നുള്ള എതിർപ്പുകളെ നേരിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങായിട്ടുണ്ടായിരുന്ന തന്റെ പിതൃവ്യൻ നഷ്ടപ്പെടുകയാണ്. അകത്ത് ഒരു ഇസ്ലാമികമായ ഒരു കുടുംബിനി, ഒരു ഇസ്ലാമിക പ്രവർത്തകന് മാനസികമായ ധൈര്യവും മാനസികമായ പിന്തുണയും നൽകിക്കൊണ്ട് എത്ര കണ്ട് നബിയോടൊത്ത് നബിയുടെ പിന്നിൽ നബിക്ക് പിന്തുണയായിക്കൊണ്ട് വർത്തിച്ചുവോ അതും ഇല്ലാതെയായി പോകുന്നത് നമുക്ക് ഈ നുബുവത്തിന്റെ 10ാം വർഷത്തിൽ കാണാൻ സാധിക്കുന്നു. അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നില്ല, തിരുമേനിയിൽ വിശ്വസിച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച പലരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധനത്തിന് ഒരു താങ്ങും തണലുമായത് അബൂ താലിബായിരുന്നു. അബൂ താലിബ് ഒരു പഴയ കാരണവരും നാട്ടിന്റെയും നാട്ടുകാരുടെയും എല്ലാം തന്നെ ഒരു ആദരണീയ വ്യക്തിത്വവും എന്ന ഒരു പദവി വഹിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ മരണ ആസന്നമാകുന്ന സന്ദർഭത്തിലും അബൂ താലിബ് ഇനിയും വിശ്വസിച്ചിട്ടില്ലല്ലോ, അദ്ദേഹം എങ്ങനെയെങ്കിലും വിശ്വസിക്കുകയായിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് അബൂ താലിബിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ തനിക്ക് സാധിക്കുമായിരുന്നല്ലോ എന്ന് പ്രവാചകന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട്, കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഒന്ന് മുഅ്മിനായി പോയെങ്കിൽ, ഇസ്ലാമിൽ വന്ന് പ്രവേശിച്ചു പോയെങ്കിൽ എന്ന ഒരു പ്രതീക്ഷ, എന്ന ഒരു ആശ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബൂ താലിബിന്റെ അവസാന സന്ദർഭത്തിലും ആ മരണത്തിന്റെ അഭിമുഖീകരിക്കാൻ ഇരിക്കുന്ന ആ വേളയിൽ പോലും തന്റെ ഈ ആഗ്രഹം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ അഭിവന്യരായ പിതൃവ്യ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. എന്നാൽ അഷ്ഹദു ലക ബിഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് അതുമായിട്ട് താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷിയാകാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അങ്ങൊന്ന് പറയുക എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതൃവ്യനോട് ആ മരണ ആസന്നമാകുന്ന സന്ദർഭത്തിലും ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഖുറൈശികളും അതുപോലെയുള്ള പ്രമാണിമാരുമൊക്കെ അവരുടെ ഈ കാരണവർ, ആ കാരണവർ അവരുടെ ദീനിൽ നിന്ന് പോയി മുഹമ്മദിന്റെ മതം സ്വീകരിച്ചു എന്ന് വന്നാൽ അത് വലിയ ഒരു ക്ഷീണമാണ്, അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അപമാനമാണ്. അതുകൊണ്ട് ഒരു സാഹചര്യത്തിലും അബൂ താലിബ് വിശ്വസിക്കരുത് എന്ന് അവർക്ക് നിർബന്ധവുമുണ്ടായിരുന്നു. അങ്ങനെ അവരെ അബൂ താലിബിനെ വിടാതെ കണ്ട് പിന്തുടരുകയും അവരെ അബൂ താലിബിനോട് അങ്ങയുടെ ആ കാക്കകാരണവന്മാരുടെ ആ ദീന് താങ്കൾ ഒരിക്കലും തന്നെ ഈ അവസാന നിമിഷത്തിൽ വെച്ച് ഉപേക്ഷിക്കരുത് എന്ന രീതിയിൽ അവര് അബൂ താലിബിനെ അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പാടും ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അബൂ താലിബ് ആ സന്ദർഭത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യമുണ്ടായപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്,
വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന. എനിക്കറിയാം മുഹമ്മദ് കൊണ്ടുവന്ന ഈ ദീന് ലോകത്തുള്ള മറ്റെല്ലാ ദീനുകളെക്കാളും ഏറ്റവും ഉത്തമമാണ് എന്നെനിക്കറിയാം. മുഹമ്മദ് പറയുന്ന ദീനാണ് ശരിയെന്നും അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും അതാണ് മറ്റുള്ള ദീനുകളെക്കാളെല്ലാം മികച്ചത് എന്നും എനിക്കറിയാം. പക്ഷേ അദ്ദേഹം പറയുക, ലൗലാ യുഅയ്യിറുനി ബിഹാ ഖുറൈശ് ലഅഖറർതു ബിഹാ ഐനക്. ലൗലാ യുഅയ്യിറുനി ബിഹാ ഖുറൈശ്, ഖുറൈശികൾ അതിന്റെ പേരിൽ എന്നെ കളിയാക്കുമായിരുന്നില്ല എങ്കിൽ ലഅഖറർതു ബിഹാ ഐനക്, ഞാൻ നിന്റെ കണ്ണ് ഈ ദീൻ സ്വീകരിച്ചുകൊണ്ട് നിന്റെ കണ്ണ് കുളിർമയാക്കുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് എന്നെ തടയുന്നത് ഖുറൈശികൾ എന്നെ അതിന്റെ പേരിൽ കളിയാക്കി പരിഹസിക്കുമല്ലോ. അങ്ങനെ നാട്ടിലും നാട്ടുകാരുടെയും ഇടയിൽ ഞാനൊരു മോശക്കാരനായി തീരുമല്ലോ. ഈ അവസാന നിമിഷത്തിൽ കാക്കകാരണന്മാരെ കൈയൊഴിച്ചവൻ എന്ന ദുഷ്പേര് എനിക്കുണ്ടാകുമല്ലോ എന്ന ഒരു ആശങ്ക, അത് മാത്രമാണ് നിന്റെ മതം സ്വീകരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നത് എന്ന് അബൂ താലിബ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുറന്ന് പറയുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനപ്രയാസം നമുക്ക് മനസ്സിലാക്കാം. ഈ ദീനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒന്നാമത്തെ തീയതി മുതൽ താങ്ങും തണലുമായി വർത്തിക്കുകയും അതിനെ പിന്തുണക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾക്കൊന്നും വിട്ടുകൊടുക്കാതെ കണ്ട് അതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബപരമായിട്ടുള്ള പ്രാരാബ്ധങ്ങളും ഒക്കെ ഏൽക്കുകയും ചെയ്ത ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഹിദായത്ത് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും അള്ളാഹുവോട് ഒരു അപേക്ഷ സമർപ്പിക്കാനോ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത് എന്ന മനപ്രയാസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നല്ലവണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്ത് നൽകുക നിന്നെക്കൊണ്ട് സാധ്യമല്ല. നീ വിചാരിച്ചാൽ ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാധിക്കുന്നതോ ആയ ഒരു കാര്യമല്ല ഹിദായത്ത് എന്ന് പറയുന്നത്. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഹിദായത്ത് കൊടുക്കുക. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖും ഉദവിയും ഈ ഹിദായത്തിൽ വളരെ വളരെ പ്രധാനമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ആളുകൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഹിദായത്ത് നൽകുക എന്നുള്ളത് സാധ്യമല്ല. അത് ഏതോ ഒരു നിമിഷത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു തൗഫീഖ് ഒത്തുവരുമ്പോൾ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ള ശ്രമങ്ങൾ കൊണ്ട് മാത്രം അത് സാധ്യമല്ല. അതുകൊണ്ട് ആ ശ്രമങ്ങളൊന്നും നടത്തേണ്ട എന്നുള്ളതല്ല, ശ്രമങ്ങളൊക്കെ നടത്തണം. പക്ഷേ അതിന്റെ പേരിൽ അങ്ങേയറ്റം നിരാശനായി എന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു പോയല്ലോ എന്ന രൂപത്തിലുള്ള ഒരു നിരാശ ആർക്കും തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഈ അബൂ താലിബിന്റെ മരണവും തുടർന്ന് ഖദീജ റളിയല്ലാഹു അൻഹായുടെ മരണവും രണ്ടും സംഭവിച്ചത് ഈ ഹിജ്റ 10-ാം വർഷത്തിൽ തന്നെയാണ്. ഈ രണ്ട് അത്താണികളും നഷ്ടമാകുന്നതോടുകൂടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷമാണ് പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒരു തണലും ഒരു താങ്ങും ഇല്ലാതെ കണ്ട്, ഒരാശ്രയമില്ലാതെ കണ്ട്, അങ്ങനെ എങ്ങോട്ട് നോക്കിയാലും ഒരു പ്രതീക്ഷയുടെ ഒരു കിരണങ്ങൾ കാണാതെ കണ്ടുള്ള സാഹചര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ. എതിരാളികളാണ് എങ്കിൽ അബൂ താലിബും അദ്ദേഹവും മരിച്ചുപോയല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പ്രതിരോധം ഇനി ഭയപ്പെടേണ്ടതില്ലല്ലോ എന്നുള്ള രൂപത്തിൽ അവരുടെ എതിർപ്പുകൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാഹചര്യത്തിലും അത് നിശ്ചലമായി നിൽക്കുക അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുക എന്നുള്ളത് അതിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ ഒരു നിലപാടല്ല. അള്ളാഹുവിന്റെ ദീൻ, ആ ദീന് അത് ഒരു വഴി അടയുമ്പോൾ വേറെ ഒരു വഴി തുറക്കപ്പെടും.
അതുകൊണ്ട് എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രകൃതവും അതിന്റെ അനുയായികൾ സ്വീകരിക്കേണ്ട രീതിയും. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീക്കും ഇബ്രാഹിം. പരിശുദ്ധ ഖുർആനിൽ ആ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വഴി അടഞ്ഞു പോവുക എന്നുള്ള ഒരു സാഹചര്യം ഒരിക്കലും തന്നെ നിശ്ചയിച്ചിട്ടില്ല. എല്ലാ വഴികളും അടഞ്ഞ് ഇനി മുന്നോട്ട് ഒരു നിലക്കും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് ഈ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ. വഴികളെല്ലാം തന്നെ മുട്ടി എല്ലാ വഴികളും അടഞ്ഞു പോവുക എന്നുള്ളത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഏതാണ് പുതിയ വഴി, എവിടെയാണ് പുതിയ വഴി തുറക്കപ്പെടുക എന്നുള്ള അന്വേഷണവും ആ ദിശയിലുള്ള പ്രവർത്തനവും ഇസ്ലാമിന്റെ ദാഴികളായ പ്രബോധകന്മാരായ ആളുകൾക്ക്, അവർ പ്രവാചകന്മാരാണെങ്കിലും പ്രവാചകന്മാരുടെ അനുയായികളാണ് എങ്കിലും അവർ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അതാണ്. ഒരു വഴി അടഞ്ഞു എന്ന് വരും, വേറെ ഒരു വഴി തുറക്കപ്പെടും. രണ്ടാമത്തെ വഴിയിലൂടെ പോകുമ്പോൾ അതും അടഞ്ഞു എന്ന് വരും, മൂന്നാമത്തെ വഴിയുടെ അന്വേഷണം തുടരണം. ഇങ്ങനെയാണ് അവരുടെ നിലപാടുണ്ടാവേണ്ടത്. ഇത് ഇബ്രാഹിമിന്റെ കാലം മുതൽ തന്നെ ഈ ദീൻ അതിന്റെ സ്വഭാവവും രീതിയും അതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള എതിർപ്പുകളും ശത്രുതയുമെല്ലാം തന്നെ കൂടുതൽ ശക്തിപ്പെടുമ്പോൾ പുതിയ പുതിയ മാർഗങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നു, പുതിയ പുതിയ വഴികളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നു. എവിടെയാണ് കൂടുതൽ സമാധാനവും കൂടുതൽ സാന്ത്വനവും ലഭിക്കുക, അനുകൂലമായ സാഹചര്യങ്ങൾ എവിടെയാണ് തുറന്നു കിട്ടുക, ഈ അന്വേഷണമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് ദുഃഖത്തിന്റേതായ ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്വേഷണം പിന്നെ തായിഫിലേക്ക് തിരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മക്കയുടെ അന്തരീക്ഷം വളരെ മോശമാണ്. ഇവിടെ എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കി, അവിടെയുള്ള ശ്രമങ്ങളൊന്നും തന്നെ വിജയിക്കുന്ന മട്ടില്ല. ഇവിടുത്തെ ആളുകളോട് അങ്ങനെ ഇനി കൂടുതൽ സമയം അവർക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടും കാര്യമില്ല എന്ന രൂപത്തിലാണ് മക്കയിലെ അന്തരീക്ഷമുള്ളത്. അതുകൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിന് കൂടുതൽ സ്വീകാര്യമായ ഒരു മണ്ണ് എവിടെ ലഭിക്കുമെന്നുള്ള അന്വേഷണമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തായിഫിലേക്ക് എത്തിക്കുന്നത്. തായിഫ് എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് അധികമൊന്നും തന്നെ ദൂരെയല്ലാതെയുള്ള, അതേ അവസരത്തിൽ അറബികളുടെ ഒരു കച്ചവട കേന്ദ്രവും അതുപോലെ തന്നെ സുഖവാസ കേന്ദ്രവും അറബിയിലെ പ്രമുഖന്മാരായ ആളുകളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതും പ്രബലമായ സഖീഫ് ഗോത്രം അതുപോലെയുള്ള ഗോത്രങ്ങളുടെ ഒക്കെ ആവാസ കേന്ദ്രവുമാണ്. അവിടെ ഈ ദീന് താഴ്ച വളരുകയാണ് എങ്കിൽ, അവിടെ ഒരു പച്ചിപ്പ് കിട്ടുകയാണ് എങ്കിൽ പിന്നെ അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് പരിസര പ്രദേശങ്ങളിലൊക്കെ നീങ്ങാൻ സാധിക്കും എന്നുള്ള ഒരു അനുമാനമാണ്, എന്ന ഒരു സങ്കല്പമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തായിഫിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സംഭവങ്ങൾ നമ്മൾ പലതവണ കേട്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോവുകയും അവിടെ എത്തുകയും അവിടുത്തെ പല ഗോത്ര നായകന്മാരെയും കാണുകയും അവരുടെ മുന്നിലെല്ലാം തന്നെ ഈ ദീനിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുകയും അവരുടെ സപ്പോർട്ടും പിന്തുണയും ആവശ്യപ്പെടുകയും എനിക്ക് സ്വൈരമായും സമാധാനത്തോടു കൂടിയും ഈ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അഭയവും സംരക്ഷണവും നൽകണം എന്ന് അവരോടൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ വളരെ പ്രായോഗിക മതികളോ അല്ലെങ്കിൽ അവരുടേതായ താല്പര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൽപ്പിക്കുന്നവരോ ആയ ആ ആളുകളൊക്കെ അവർ വിചാരിക്കുന്ന എന്തിനാണ് നമ്മൾ ഈ വയ്യാവേലിക്ക് പോകുന്നത്? മക്കയിൽ നിന്ന് അവിടുത്തെ ഗോത്രങ്ങളുടെയും ഖുറൈശികളുടെയും ഒക്കെ എതിർപ്പുകൾ നേടി അവിടത്തുകാരനായ ഒരാൾ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായും ഖുറൈശി ഗോത്രം പോലെയുള്ള ഒരു വലിയ ഗോത്രം, ആ ഗോത്രത്തിന് എതിരായിക്കൊണ്ട് ഒരു നീക്കം നമ്മൾ ഇവിടെ നടത്തുകയാണ് എങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളായി തീരും. അങ്ങനെ അവർ ശത്രുക്കളായി തീരുമ്പോൾ ഇപ്പോൾ നമ്മൾ തമ്മിൽ വളരെ നല്ല അടുത്ത ബന്ധമാണുള്ളത്. അവിടുത്തെ ആളുകൾക്ക് ഇവിടെയും സ്വത്തുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ അവിടെയും കച്ചവടാവശ്യാർത്ഥം വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഖുറൈശികളുമായിട്ടൊക്കെ പല നല്ല ബന്ധങ്ങളുമാണ് ഉള്ളത്. അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ ഇല്ലാതെയായി തീരുകയും ഈ ശത്രുതയുടെ ഫലമായിക്കൊണ്ട് പിന്നെ അത് സംഘട്ടനത്തിലേക്കും രക്തച്ചൊരിച്ചിലേക്കും ഒക്കെ എത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് പിന്തുണ നൽകുക എന്ന് പറയുന്നത് തങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചു വിടുന്ന ഒരു നടപടിക്രമമാണ് അവർ സ്വീകരിച്ചത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഖുറൈശികളുടെ മുന്നിൽ അവരെ നിങ്ങൾക്ക് പിന്തുണയായിക്കൊണ്ട് നിങ്ങളുടെ അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നും നിങ്ങൾ ആട്ടിപ്പുറത്താക്കിയ ഒരാൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നും നിങ്ങൾ എന്തൊരു നിലപാടാണോ സ്വീകരിക്കുന്ന അതേ നയമായിരിക്കും ഞങ്ങളുടേത് എന്നൊക്കെ സ്ഥാപിക്കാൻ സാധിക്കും.
അത് മുഖേന അവരുടെ ബന്ധവും അവരുടെ സൗഹാർദ്ദവും ഒക്കെ കൂടുതൽ ശക്തിപ്പെടുകയും അവരുടെ താല്പര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് അവരെ കണക്ക് കൂട്ടിയത്. അപ്പൊ അത്രയും നീചമായ രീതിയിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പെരുമാറിയതും അതുപോലെ തന്നെ അവിടുത്തെ വളരെ സംസ്കാരമില്ലാത്ത കുട്ടികളെയും യുവാക്കളെയും ഒക്കെ പിറകെ വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു ഓടിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് തായിഫിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടുകൂടി പുതിയ ഒരു കേന്ദ്രമാക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ട് തായിഫിലേക്ക് പോവുകയും അവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിന് അവിടത്തുകാരിൽ നിന്ന് ലഭിച്ച ഈ പ്രതികരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വ്രണപ്പെടുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് അങ്ങേയറ്റം തകരുകയുണ്ടായി. ഈ തകർച്ചയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നാട്ടിൽ നിന്നെല്ലാം തന്നെ ആട്ടിയോടിക്കപ്പെട്ട് മറ്റുള്ളവരുടെ എല്ലാം തന്നെ ഏറുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളിൽ നിന്ന് രക്തക്കണങ്ങൾ ഒഴുകാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ അല്ലാഹു അല്ലാതെ ഇനി ആരും തന്നെ സഹായിക്കാനില്ലല്ലോ എന്ന സങ്കടം, ആ സങ്കടമാണ് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇലൈക അഷ്കു ലഅഫ ഖുവ്വതി വ ഖില്ലത ഹീലതി. അല്ലാഹുവേ, നിന്നോടാണ് ഞാൻ ആവലാതി പറയുന്നത്. ലഅഫ ഖുവ്വതി, എന്റെ കഴിവുകേട്, എനിക്ക് ശക്തിയില്ല, ഞാൻ അങ്ങേറ്റം ദുർബലനാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ ദൗർബല്യവും എന്റെ ഈ കഴിവുകേടും നിന്നോടല്ലാതെ ഞാൻ ആരോട് പറയാനാണ്? അതുകൊണ്ട് അല്ലാഹുവേ നാഥ, ഞാൻ എന്റെ ഈ കഴിവുകേടുത നിന്നിൽ അർപ്പിക്കുന്നു. വഹവാനി അലന്നാസി യാ അർഹമർ റഹീമീൻ. ജനങ്ങളെല്ലാം തന്നെ എന്നെ നിന്ദിക്കുകയും അതുപോലെ തന്നെ എന്നെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അർഹമുർ റഹീമീനായ റബ്ബേ തമ്പുരാനെ, നീയല്ലാതെ വേറെ ആരാണ് എന്നെ രക്ഷിക്കാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനം നൊന്തുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് റസൂൽ തിരുമേനി പറയുന്നു, അന്ത റബ്ബുൽ മുസ്തദഅഫീൻ ഇലാമൻ തകിലുനി വഅന്ത റബ്ബി ഇലാമൻ തകിലുനി. അന്ത റബ്ബുൽ മുസ്തദഅഫീൻ, സാരുമോരും സഹായിക്കാനില്ലാത്തവരുടെ നാഥനാണല്ലോ നീ. ദുർബലരായ ആളുകളുടെ, കഴിവുകെട്ട ആളുകളുടെ, വശംകെട്ട ആളുകളുടെ റബ്ബാണല്ലോ നീ. വഅന്ത റബ്ബി, നീയാണല്ലോ എന്റെയും റബ്ബ്. ഇലാമൻ തകിലുനി, ആരെയാണ്, ആർക്കാണ് എന്നെ നീ വിട്ടുകൊടുക്കുന്നത്? ആരുടെ സഹായമാണ് ഇനി എനിക്ക് കിട്ടാനുള്ളത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം മനപ്രയാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മറ്റുള്ളവരുടെ എല്ലാം തന്നെ ആട്ടും ഏറും എല്ലാം തന്നെ കൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നെല്ലാം തന്നെ മടങ്ങി അവസാനമായി ഉത്തുബത്ത് ഷൈബത്ത് പോലെയുള്ള ഖുറൈശികളുടെ പ്രമാണിമാരായ ആളുകളാണ്. പക്ഷെ അവർക്ക് ഒരു തോട്ടമുണ്ട് ഈ തായിഫിൽ. ആ തോട്ടത്തിന്റെ അടുത്ത് എത്തുകയും അങ്ങനെ ആ തോട്ടത്തിലേക്ക് അഭയം തേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്കുള്ള ആ മറുപടിയായിക്കൊണ്ട് ഓരോന്നോരോന്നായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുട്ടികളും അതുപോലെ തന്നെ ചെറുപ്പക്കാരുമായ ആളുകളൊക്കെ ആട്ടിയോടിക്കുന്നതും അദ്ദേഹം ഈ തോട്ടത്തിലേക്ക് എത്തിപ്പെട്ടതുമൊക്കെ ഈ തോട്ടത്തിന്റെ ഉടമകളും അതേ അവസരത്തിൽ കാഫറുകളുടെ തലവന്മാരുമായിരുന്ന ഉത്ബയും ഷൈബയും കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മാനുഷികമായ വികാരം അവർക്ക് അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു തരത്തിലുള്ള ഒരു സഹതാപം തോന്നി. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അഥവാ മക്കയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനായ ആളെ ഈ രീതിയിൽ ആളുകൾ ആട്ടിയോടിക്കുകയും മറ്റൊക്കെ ചെയ്തുകൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തോട്ടത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ എന്തൊന്നില്ലാത്ത ഒരു മമത, ഒരു സ്നേഹം ഈ ആളുകൾക്ക് തോന്നി. അവരെ അദ്ദാസ് എന്ന് പറയുന്ന അവരുടെ പരിചാരകനെ വിളിച്ചുകൊണ്ട് കുറച്ച് മുന്തിരിങ്ങയും മറ്റുമൊക്കെ ഒരു തളികയിൽ വെച്ച് ആ ഇരിക്കുന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദാസിനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അദ്ദാസ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ അദ്ദാസിന്റെ സംഭവം. അദ്ദാസ് എന്ന് പറയുന്നത് ഒരു നസ്രാനിയായിരുന്നു, ഒരു ക്രിസ്ത്യ മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തന്നെ മുതലാളിമാരായ ആളുകൾ ഉത്ബയും ഷൈബയും ഒക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഏതാനും മുന്തിരിങ്ങൊക്കെ വെച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചോ അദ്ദേഹത്തിന്റെ ചുറ്റുപാടിനെ സംബന്ധിച്ചോ ഒരു വിവരവുമില്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു അടിമയാണ്
ഒരു ജോലിക്കാരനാണ്, ഒരു തൊഴിലാളിയാണ് അദ്ദാസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ മുന്തിരിങ്ങയുമായി കൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒരെണ്ണെടുത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം പരിക്ഷീണനാണ്, മാനസികമായും ശാരീരികമായും ഒക്കെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഈ മുന്തിരിങ്ങയിൽ നിന്ന് ഒന്നെടുത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നു. ഇത് കേട്ട അദ്ദാസിന് ഒരു അത്ഭുതകരമായി, താങ്കൾ എവിടെ നിന്നാണ്, ഈ നാട്ടുകാരായ ആളുകളൊന്നും ഇങ്ങനെ ഒന്ന് പറയാറില്ലല്ലോ, ഇവിടെ ആരും തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാറില്ലല്ലോ, അപ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ, വേറെ എവിടുന്നോ വരുന്നവനാണോ എന്നുള്ള രൂപത്തിൽ അദ്ദാസ് അത്ഭുതപ്പെടുകയാണ്. അപ്പൊ ഇവരാരും തന്നെ, ഈ നമ്മുടെ നാട്ടുകാരും തന്നെ ഇങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്കൾ എവിടുത്തെ നാട്ടുകാരനാണ്, എവിടെ നിന്നാണ് വരുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം അദ്ദാസ് പറയുകയാണ്, ഞാൻ നീനവ എന്ന് പറയുന്ന പ്രദേശത്തിനുള്ളവനാണ്, നീനവ എന്ന് പറയുന്ന പ്രദേശത്തുകാരനാണ് ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ യൂനുസിന്റെ പ്രദേശമായ നീനവയിൽ നിന്നാണോ നീ വരുന്നത്? യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് ഇബ്നു മത്ത എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. ആ യൂനുസ് നബിയുടെ നാട്ടിൽ നിന്നാണോ താങ്കൾ വരുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അപ്പോൾ ഈ യൂനുസിനെ സംബന്ധിച്ച് താങ്കൾക്ക് എങ്ങനെ അറിയാം എന്ന് അദ്ദാസ് വീണ്ടും തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. യൂനുസ് ഇബ്നു മത്തായെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തറിയാം, എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞങ്ങൾ സഹോദരന്മാരാണ്, അദ്ദേഹവും പ്രവാചകനായിരുന്നു, ഞാനും പ്രവാചകനാണ്, അങ്ങനെ ഞങ്ങൾ സഹോദരന്മാരാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ തന്റെ വികാരം അടക്കാൻ സാധ്യമല്ലാതെ കണ്ട് പിന്നീട് നമുക്ക് അദ്ദാസിനെ കാണാൻ സാധിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയും കയ്യും കാലുമെല്ലാം തന്നെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് ദൂരെ നിന്ന് ഈ ഉത്ബയും ഷൈബയും എല്ലാം തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ പറയുന്നുണ്ട്, അത് അവൻ കെണിയിൽപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ അദ്ദാസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുകയും അദ്ദേഹം ഉടനെ തന്നെ മുസ്ലിമായി തീരുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവരിലേക്ക് തിരിച്ചുപോയി, എന്താണ് നീ ചെയ്തത്, എന്താണ് അയാളെ നീ ചുംബിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹം വിശിഷ്ടനായ ഒരു വ്യക്തിത്വമാണ്, ഒരു പ്രവാചകനാണ് എന്നുള്ള രൂപത്തിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പുകഴ്ത്തിക്കൊണ്ട് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, നിന്റെ പഴയ ദീൻ തന്നെയാണ് നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനെ മുസ്ലിമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ അബൂ താലിബിന്റെ അങ്ങേയറ്റത്തെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയും വർഷങ്ങളോളം ആ പ്രവർത്തനത്തിൽ മുഴുകുകയും ചെയ്തുവെങ്കിലും ഹിദായത്ത് സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം അബൂ താലിബിനുണ്ടായിരുന്നില്ല. പക്ഷെ അതേ അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഒരു ആഹാരം കഴിക്കുന്ന ഈ ഒരു സംഭവം അദ്ദാസിനെ പോലെയുള്ള ഒരാൾക്ക് ഹിദായത്തിലെത്താൻ വേണ്ടിയുള്ള ഒരു കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഉദ്ദേശിച്ച ആളുകൾക്ക് ഹിദായത്തിലാക്കാൻ നിനക്ക് സാധ്യമല്ല എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രഖ്യാപനം വളരെ അർത്ഥവത്തായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നത്. അല്ലാഹുവിന്റെ ഹിദായത്തിന് അത്രയേ സമയം ആവശ്യമുള്ളൂ. അത്രയും ഒരു സമയം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദാസിനെ പോലെയുള്ള ഒരു വ്യക്തി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തായിഫിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന ഈ പ്രക്രിയയിൽ ആകെ അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു ഏകനായ വ്യക്തിയായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദാസിനെയാണ്. അപ്പോൾ അത് ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം നൽകിയ ഒരു സംഭവമായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ യാത്രയെ തുടർന്ന് തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ യാത്രയിൽ ഒരു ദിവസം രാത്രി ഏകദേശം 10 ദിവസത്തോളം അദ്ദേഹം തായിഫിൽ കഴിച്ചുകൂട്ടിയെന്നും ആ 10 ദിവസത്തിന് ശേഷമാണ് മക്കയിലേക്ക് മടങ്ങിയത് എന്നുമാണ് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മക്കയിലേക്ക് മടങ്ങുന്ന ആ വേളയിൽ ഒരു ദിവസം രാത്രി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പതിവ് പോലെ രാത്രി നമസ്കാരം നിർവഹിക്കുകയാണ്. ആ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന വേളയിൽ പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഒരു കൂട്ടം ജിന്നുകൾ അതിലൂടെ കടന്നു പോവുകയും ആ ജിന്നുകളുടെ സംഭവം സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇത് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്ന്, ഒരു വിഭാഗം ജിന്നുകളെ നാം നിന്റെ അടുത്തേക്ക് തിരിച്ചുവിട്ടു. യസ്തമിഊനൽ ഖുർആൻ, അവർ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ഫലമ്മാ ഹളറുഹു ഖാലു അൻസിതു, അവരെല്ലാവരും
പ്രവാചകൻ തിരുമേനിയുടെ അടുത്തെത്തിയപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, എല്ലാവരും മൗനമായിരിക്കുക, നിശബ്ദരായിരിക്കുക. ഫലമ്മ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. അങ്ങനെ പ്രവാചകന്റെ ആ നമസ്കാരമെല്ലാം തന്നെ കഴിഞ്ഞ് ഖുർആൻ പാരായണമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ അവരുടെ നാട്ടുകാരുടെ അവരുടെ ജനതയുടെ അടുത്തേക്ക് ഈ സത്യവിശ്വാസം ഉൾക്കൊണ്ട് അതിന്റെ പ്രചാരകന്മാരായിക്കൊണ്ട് പോവുകയുണ്ടായി. എന്നിട്ട് അവർ അവരുടെ പ്രദേശത്ത് ചെന്നുകൊണ്ട് അവരുടെ ആളുകളോട് പറയുന്ന ആ പ്രസ്താവനകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട്. ഖാലു യാ ഖൗമന ഇന്നാ സമഅന കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ. അവരുടെ പ്രദേശത്ത് ചെന്നുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞു, ഞങ്ങളുടെ സമുദായമേ, മൂസാ നബി അലൈഹിസ്സലാമക്ക് ശേഷം ഇറങ്ങിയ ഒരു വേദഗ്രന്ഥം ഞങ്ങൾക്ക് കേൾക്കാനിടയായി. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. ഇത് ആ മൂസാ നബി അലൈഹിസ്സലാമയും അതിനു മുമ്പൊക്കെയുള്ള എല്ലാ പ്രവാചകന്മാരെയും എല്ലാ വേദഗ്രന്ഥങ്ങളെയും ശരിവെച്ചുകൊണ്ടുള്ള ഒരു വേദഗ്രന്ഥമാണ് ഞങ്ങൾ കേട്ടത്. യഹ്ദി ഇലൽ ഹഖ് വഇലാ തരീഖിൻ മുസ്തഖീം. അത് സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കുമാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും നേർവഴി കാണിക്കുന്നതും. യാ ഖൗമന അജീബു ദാഇയല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളുടെ സമുദായമേ, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ഈ പ്രബോധകന്റെ വിളി നിങ്ങൾ കേൾക്കുക. വആമിനു ബിഹി. അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. എങ്കിൽ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും. നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം തന്നെ പുറത്തു തരും. വയജുർക്കും മിൻ അദാബിൻ അലീം. ആ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ രൂപത്തിൽ ജിന്നുകളുടെ ഒരു കൂട്ടം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും തിരുമേനിയിൽ വിശ്വസിക്കുകയും അവരുടെ സമൂഹത്തിലേക്ക് ചെന്നുകൊണ്ട് അവരെ പ്രബോധനം നടത്തുകയും ചെയ്യുന്ന ആ ഒരു അനുഭവവും ഈ സംഭവത്തെ തുടർന്നുകൊണ്ടുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തിരുമേനിക്ക് മനക്കരുത്ത് പ്രദാനം ചെയ്യുകയാണ്. ഇങ്ങനെ മക്കയിലെ ആളുകൾ താങ്കളുടെ പ്രബോധനം നിരസിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിനെ വേറെ ഒരു വിഭാഗം അത് സ്വാഗതം ചെയ്യുകയും അതിന്റെ പിന്തുണക്കാരും അതിനെ അംഗീകരിക്കുന്നവരുമായി കൊണ്ട് മാറുകയും ചെയ്യുന്ന സാഹചര്യവും അവസ്ഥയും ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അങ്ങ് നിരാശനാവേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ കൈയൊഴിക്കുകയോ ആരും ഓരുമില്ലാത്ത ഒരു അവസ്ഥയിൽ താങ്കളെ വിട്ടേക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന ഒരു ആശ്വാസമാണ് നമുക്ക് ഈ സംഭവങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ്, ഈ സംഭവത്തെ തുടർന്നുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇസ്രാ മെഹറാജ് സംഭവങ്ങൾ ഉണ്ടാകുന്നതും. സംഭവങ്ങൾ പലതവണ നമ്മൾ വിശദീകരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രിയുടെ ഏതാനും സമയങ്ങൾ കൊണ്ട് മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് കൊണ്ടുപോവുകയും ആ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് പിന്നീട് ആകാശാരോഹണം നടത്തുകയും ആകാശ ലോകങ്ങളിലെ പല മേഖലകളിലുമുള്ള പ്രവാചകന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരോട് സംസാരിക്കുകയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് വളരെ അടുത്തു നിന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം നിർബന്ധമാക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് നടക്കുന്നതും ഇതിനെ തുടർന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മബലം നൽകുകയും മനക്കരുത്ത് നൽകുകയും അള്ളാഹുവിന്റെ ദീനിന്റെ ഈ പ്രവാചകൻ ഒറ്റക്കല്ല, ഈ ലോകത്തിന്റെ നാഥനും അധിപതിയുമായ അള്ളാഹു ഈ പ്രവാചകനെ അങ്ങേയറ്റം ആദരിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ തന്നെ ആ പ്രവാചകന്റെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്. മനുഷ്യർ മാത്രമല്ല, ജിന്നുകൾ പോലും ആ പ്രവാചകനിൽ വിശ്വസിക്കാനായി സന്നദ്ധരായിട്ടുണ്ട്. അതുപോലെ തന്നെ ആകാശ ലോകങ്ങളിൽ മറ്റു പ്രവാചകന്മാർ ഈ പ്രവാചകന്റെ മഹത്വം അംഗീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളും പദവികളും ഒക്കെ ഈ പ്രവാചകന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരുമേനിയുടെ സ്ഥാനവും പദവിയും അതുപോലെ തന്നെ തിരുമേനിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയും അത് ഈ ഭൂമിയിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയും ഒക്കെ നൽകിക്കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ ആത്മബലവും മനക്കരുത്തും പ്രദാനം ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതിനെ തുടർന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഈ സംഭവങ്ങളെല്ലാം തന്നെ ഈ ഹിജ്റയുടെ വളരെ തൊട്ടുള്ള കാലഘട്ടങ്ങളിൽ നടക്കുന്നു. പിന്നീടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള പ്രയാണമുണ്ടാവുകയും മദീനയിലേക്കുള്ള പലായനം ഉണ്ടാവുകയും അവിടെ ഇസ്ലാമിനെ വേരുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ തീർച്ചയായും തന്നെ ഇന്ന മഅൽ ഉസ്രി യുസ്റ, എല്ലാ പ്രയാസങ്ങളുടെയും അപ്പുറത്ത് ഒരു എളുപ്പം വരാനുണ്ട്, എല്ലാ ബുദ്ധിമുട്ടുകളുടെയും അപ്പുറത്ത് ഒരു സൗകര്യം വരാനുണ്ട്
ഉണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസി സമൂഹത്തിനും നൽകുകയും ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഇച്ഛാഭംഗമില്ലാതെ കണ്ട് നിരാശാബോധമില്ലാതെ കണ്ട് ദീനുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ആ വിശ്വാസവും ആ ഒരു സന്ദേശവും എക്കാലത്തുമുള്ള വിശ്വാസികൾക്ക് ഇത് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അടിയുറച്ചു നിലകൊള്ളുകയും ആ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യാനുള്ള ഉദവിയും തൗഫീഖും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.